നമസ്കാരം, യമുനാസ് ഫിസിക്സിലേക്ക് സ്വാഗതം. റേ ഓപ്റ്റിക്സ് എന്ന പാഠഭാഗത്തിലെ 9.5 ഫോക്കസ് ഏരിയയാണ് നമ്മൾ തുടങ്ങുന്നത്. അവിടെ റിഫ്രാക്ഷൻ അറ്റ് എ സ്ഫെറിക്കൽ സർഫസസ്. നമ്മൾ റിഫ്ലെക്ഷൻ അറ്റ് സ്ഫെറിക്കൽ സർഫസസ് നമ്മൾ കണ്ടിരുന്നു. മിറർ, പ്ലെയിൻ മിററും കേർവ്ഡ് മിററും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അതേപോലെ തന്നെ ഒരു കേർവ്ഡ് സർഫസിലുള്ള റിഫ്രാക്ഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. റിഫ്രാക്ഷൻ എന്നും കൂടെ പറയാം. അപ്പോൾ റിഫ്രാക്ഷൻ എന്നാൽ നമ്മൾ വിശദമായിട്ട് 9.3 എന്നുള്ള ഫോക്കസ് ഏരിയയിൽ ഒരുപാട് വീഡിയോസ് ഇട്ട് വിശദമായി നമ്മൾ റിഫ്രാക്ഷനെ കുറിച്ച് പഠിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും പ്ലേലിസ്റ്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി മനസ്സിലാക്കണം റിഫ്രാക്ഷൻ എന്താണെന്ന്. അപ്പോൾ അവിടെ നമ്മൾ സൈൻ കൺവെൻഷൻ പറയുന്നുണ്ട്. ഒരു റേ വരയ്ക്കുമ്പോൾ ഏതൊക്കെ റേ വേണം, ഏതൊക്കെ കൂടിച്ചേരണം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും 2 റേസ് മിനിമം വേണം, ഇതൊക്കെ നമ്മളവിടെ പറയുന്നുണ്ട്. മാത്രമല്ല റേക്ക് റേ എന്നുള്ളത് തന്നെ ആദ്യം വേണ്ട കാര്യം. റേ എന്ന് പറഞ്ഞാൽ ആരോ മാർക്ക്, അതാണ് ഒന്നാമതായിട്ട് വേണ്ടത്. എവിടെ നിന്ന് തുടങ്ങുന്നു എവിടെ തീരുന്നു എന്നറിയണം. അങ്ങനെ സൈൻ കൺവെൻഷൻസ് പറയുന്നുണ്ട്. പിന്നെ ഓരോ ടെർമിനോളജി, റേ ഓപ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചധികം ടെർമിനോളജി ഉണ്ട്. കുറേ ടേംസ് അറിയണം. എന്താണ് ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ്, എന്താണ് ഇമേജ് ഡിസ്റ്റൻസ്, എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചർ, എന്താണ് സെൻറ്റർ ഓഫ് കർവേച്ചർ, എന്താണ് പോള് ആദ്യായവ. അപ്പോൾ ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കണ്ടു കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ലെൻസസിലേക്ക് വരണം. നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ലെൻസസ് എന്ന് പറഞ്ഞാൽ 2 സ്ഫെറിക്കൽ സ്ഫിയേഴ്സ്, അതായത് സ്ഫെറിക്കൽ സർഫസസ് കിട്ടാൻ വേണ്ടി 2 സ്ഫിയേഴ്സിൻ്റെ പോർഷൻസ് നമ്മൾ അടർത്തിയെടുത്ത് ചേർത്ത് വയ്ക്കുന്നതിനെയാണ് നമ്മൾ ലെൻസസ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് റിഫ്രാക്ഷൻ ഉള്ളത് ലെൻസസിലാണ്. അപ്പോൾ ലെൻസസ് പഠിക്കണമെങ്കിൽ എങ്ങനെയാണ് ഒരു കേർവ്ഡ് സർഫസിൽ റിഫ്രാക്ഷൻ നടക്കുന്നത് എന്ന് നമുക്കറിയണം. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും 4 ടേംസാണ് ഇവിടെയുള്ളത്. ഒന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഒന്ന് U, ഒന്ന് V, ഒന്ന് R. ഇത് 4ഉം തമ്മിൽ ഒരു റിലേഷൻ നമ്മൾ രൂപീകരിക്കാൻ പോവുകയാണ്. അതിനുള്ള സ്റ്റെപ്സാണിത്. മാത്രവുമല്ല റേ ഓപ്റ്റിക്സിൽ പ്രധാനമായിട്ടൊരു 2-3 അസംഷൻസും കൂടെ നമ്മൾ അറിയണം. സൈൻ കൺവെൻഷൻ അറിയണം, പിന്നെ റൂൾസ് ഓഫ് അസംഷൻസ് അറിയണം, അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ടെർമിനോളജിയും അറിയണം. ഇതൊക്കെ നമുക്ക് ഇത് പഠിക്കണമെങ്കിൽ വേണ്ട പ്രീവിയസ് നോളജാണ്. അതൊക്കെ നമ്മൾ സമ്പാദിച്ചെടുക്കണം. ഇത് എഴുതുന്നതോ പറയുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലും ഒരു സംശയം തോന്നുകയാണെങ്കിൽ പോസ് ചെയ്ത് ഇതിന് മുമ്പുള്ള വീഡിയോസ് ഒന്ന് കാണണം. ഓക്കെ, അപ്പോൾ നമ്മൾ ടോപ്പിക്കിലേക്ക് വരാം. ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോഴാണ് റിഫ്രാക്റ്റ് ചെയ്യുക അഥവാ റിഫ്രാക്ഷൻ സംഭവിക്കുക എന്ന് നമുക്കറിയാം. ഇവിടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് റെയറർ മീഡിയത്തിലും ഇമേജ് ഫോം ചെയ്യുന്നത് ഡെൻസർ മീഡിയത്തിലുമാണ്. ഇത് എയർ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ മീഡിയത്തിൻ്റെ പേര് വാട്ടർ എന്നോ ഗ്ലാസ് എന്നോ എന്തെങ്കിലും പേരിടാം. അപ്പോൾ ഇത് റെയറാണ്. എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്കറിയാം 1, ഗ്ലാസ് ആണെങ്കിൽ 1.5, വാട്ടർ ആണെങ്കിൽ 1.33. അപ്പോൾ തൽക്കാലം നമുക്ക് ലെൻസസിലേക്കാണ് കൂടുതൽ വരേണ്ടത്. അപ്പോൾ നമുക്ക് ഈ മീഡിയം എയർ ആയിട്ടും ഇത് ഗ്ലാസ് ആയിട്ടും സങ്കല്പിക്കാം. അപ്പോൾ ലൈറ്റ് റേ വരുന്നത് റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫിഗറിലേക്ക് തന്നെ നേരിട്ട് വരാം. ഓക്കെ, ശരി. അപ്പോൾ ശ്രദ്ധിക്കാം, നമുക്ക് ഇവിടെ വരുന്നത് ഇത് റെയറർ മീഡിയം N1. ഇതിന് വേണമെങ്കിൽ എയർ എന്ന് എഴുതാം. ഇന്നത് എന്നില്ല കേട്ടോ. എയർന്ന് തൽക്കാലം ഞാനൊരു നമ്മുടെ ഒരു മനസ്സിലാക്കാൻ, കൂടുതൽ മനസ്സിലാവാൻ ഒരു എക്സാമ്പിൾ എന്നോണം എഴുതിയാണ്. ഇതിന് നമുക്ക് ഗ്ലാസ് എന്ന് വിടാം. ഗ്ലാസ്. ഓക്കെ, അപ്പം ലൈറ്റ് റേ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് റെയറർ മീഡിയത്തിലാണ്. ഇമേജ് ഫോം ചെയ്യുന്നത് ഡെൻസർ മീഡിയത്തിലാണ്. നമ്മുടെ അപ്രോക്സിമേഷൻസ് നമ്മൾ അറിയണം, അല്ലെങ്കിൽ അസംഷൻസ് നമുക്കറിയണം. ഒന്ന്, ഓബ്ജക്റ്റും ഇമേജും പോയിൻ്റ് ഓബ്ജക്റ്റ്. ആ വാക്ക് നമ്മൾ ഫസ്റ്റ് ഇയറിൽ 1 ഡയമെൻഷൻ മോഷനിലേ പഠിച്ചതാണ്. ദൂരത്തിന്, അതായത് ഈ ഓബ്ജക്റ്റ് വെച്ചിരിക്കുന്ന മെഷർമെൻറ്റ്സിൻ്റെ ഡിസ്റ്റൻസും ഒബ്ജക്റ്റിൻ്റെ സൈസും വെച്ച് നോക്കുമ്പോൾ അത് ചെറുതാണെങ്കിൽ നമ്മളതിനെ പോയിൻ്റ് ഓബ്ജക്റ്റ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഓബ്ജക്റ്റ് പോയിൻ്റാണ്. പിന്നെ ഇവിടെ കുറച്ച് ആംഗിൾസൊക്കെ നമ്മൾ അവിടെ കുറച്ച് ആംഗിൾസ് എടുത്തിട്ടുണ്ട്. ആംഗിൾസ് എല്ലാം വളരെ ചെറുതാണ്. മാത്രവുമല്ല ഇതിൻ്റെ
അപ്പർച്ചർ എന്ന് പറയും. ഈ ലൈറ്റ് വീഴുന്ന ഭാഗത്തിനാണ് നമ്മൾ അപ്പർച്ചർ എന്ന് പറയുക. അത് സ്മോൾ അപ്പർച്ചർ, അതായത് വലിയ ഒരു കർവിൻ്റെ ചെറിയൊരു പോർഷൻ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തോന്നും. അപ്പോൾ ഞാനിത് വളച്ച് കാണിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയൊന്നും വളവില്ല, തിന്നാണ്. ലെൻസസ് ഭയങ്കര തിന്നാണ്. അപ്പോൾ ആ ഒരു ലെൻസിൻ്റെ ഒരു പോർഷനാണ് നമ്മൾ ഈ വരച്ച് കാണിക്കുന്നത്. 2 ലെൻസ് സർഫസസ് കൂടുന്നതാണ് ലെൻസ്. വിശദമായി ഞാൻ ആദ്യത്തെ സൈൻ കൺവെൻഷൻ ലെൻസസ് എന്നുള്ള ടോപ്പിക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് നോക്കണേ. അപ്പോൾ അങ്ങനെ ഒരു സർഫസാണിത്. വേറൊരു സർഫസ് ഇങ്ങനെ വെച്ചാൽ കോൺവെക്സ്, ഇത് തിരികെ ഇങ്ങനെ വെച്ചാൽ അത് കോൺകേവ്. അപ്പോൾ നമ്മൾ കോൺവെക്സ് സർഫസിൽ റിഫ്രാക്ഷനാണ് പഠിക്കുന്നത്. പക്ഷേ ഇത് എല്ലായിടത്തും ആപ്ലിക്കബിളാണ്. അപ്പോൾ ഒരു റേ ഇങ്ങനെ വരുന്നു. ഈ ടേംസ് ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടെ എൻ്റെ ഓബ്ജക്റ്റിൻ്റെ പൊസിഷൻ, ഈ റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ സെൻറ്ററാണ് പോൾ എന്ന് പറയുന്നത്. ഈ ഏതോ ഒരു സ്ഫിയറിൻ്റെ പോർഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ സ്ഫിയറിൻ്റെ സെൻറ്ററിനെയാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുക. ഇത് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇനി ഇമേജ് ഫോം ചെയ്ത പോയിൻ്റാണ് ഐ. ഇമേജ് ഫോം ചെയ്യാനായിട്ട് ഒരു റേ ഞാൻ പറഞ്ഞു, ഓബ്ജക്റ്റ് ഇവിടെ വെച്ചു, ഈ പോയിന്റിൽ റേ വന്ന് വീണു, ON ഇൻസിഡൻറ്റ് റേ. എന്നിലുള്ള നോർമൽ, അതായത് സി എന്ന് പറയുന്ന സെൻറ്ററാണ്. അപ്പോൾ സെൻറ്റർ ഓഫ് ദി സ്ഫിയർ ആകുമ്പോൾ അതിൽ നിന്ന് വരയ്ക്കുന്ന എല്ലാം റേഡിയസ് ആയിട്ട് വരും. ആ റേഡിയസ് എല്ലാം ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇവിടെ OCP എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ്, അതുപോലെ CN എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെ ഈ കേർവ്ഡ് സർഫസിൽ സിയിൽ നിന്ന് വരച്ച എല്ലാ വരകളും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഈ C എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എന്നിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ് CN, അഥവാ നോർമൽ ടു ദ പോയിന്റ് N. ഈ എന്നിലേക്കുള്ള ഒരു നോർമലാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ പോയിന്റ് എന്നിലേക്കാണ് ലൈറ്റ് റേ വന്ന് വീഴുന്നത്, അവിടുത്തെ നോർമലാണ് CN. ആ നോർമലും ഇൻസിഡൻറ്റ് റേയുടെ ഇടയിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I. ഇനിയും ഇത് റെയറർ മീഡിയമാണ്, ഇത് ഡെൻസർ മീഡിയമാണ്. അപ്പോൾ റെയറിൽ നിന്ന് ഡെൻസറിലേക്ക് കയറുമ്പോൾ, റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസറിലേക്ക് കയറുമ്പോൾ എന്താ സംഭവിക്കുക? ടുവേർഡ്സ് ദ നോർമൽ. ഇത് നമ്മുടെ നോർമലാണ്, ഇത് നോർമലിൻ്റെ അടുത്തേക്ക് വരും റേ. ഇതാണ് റിഫ്രാക്റ്റഡ് റേ. ശരിക്കും ഈ റേ ഇങ്ങനെ പോകേണ്ട റേ ആണ്. ഇവിടെ വേറെ മീഡിയം ഇല്ലായിരുന്നുവെങ്കിൽ ഈ യെല്ലോ ഷെയ്ഡഡ് ലൈൻ ഇങ്ങനെ അങ്ങ് പോകും. പക്ഷേ ഇവിടെ ഒരു മീഡിയം ഉള്ളതുകൊണ്ട് അത് ഒടിഞ്ഞ് ബെൻഡ് ചെയ്ത് നോർമലിൻ്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ അത് വന്ന് വീഴുന്ന സ്ഥലം ഈ പ്രിൻസിപ്പൽ ആക്സിസ്, ഇതിന് പറയുന്ന പേര് പ്രിൻസിപ്പൽ ആക്സിസ്. പോളിൽ കൂടെയും സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെയും പോകുന്ന ലൈനിന് പറയുന്ന പേര് പ്രിൻസിപ്പൽ ആക്സിസ്. ഇവിടെയാണ് ഇമേജ് ഇതിൻ്റെത് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി ഒരു റേയും കൂടെ വേണം, 2 റേ വേണം ഇമേജ് ഫോർമേഷന്. അടുത്ത റേ ഒബ്ജക്റ്റിൽ നിന്ന് നേരെ, ഞാൻ ഇപ്പോഴാണ് ആരോ ഇടുന്നത്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഇത് ഒരു റേ തന്നെയാണ്, നോർമൽ ഇൻസിഡൻസ്. അതായത് ഈ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന റേ എന്ന് പറയുന്നത് ഈ കർവ്ഡ് സർഫസിന് നോർമലാണ്. നോക്കൂ, ഇത് 90 ആണ്. കാരണം ഇത് പോളിൽ കൂടെയും സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെയും വരുന്ന റേ ആണ്. അത് പ്രിൻസിപ്പൽ ആക്സിസിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് കടന്നു പോകുന്ന റേ എന്ന് പറഞ്ഞാൽ I0, അതുകൊണ്ട് തന്നെ R-ഉം 0 ആണ്. I0 ആയതിനാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആയതിനാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും 0 ആണ്. അത് നേരെ തന്നെ കടന്നു പോവുക ചെയ്യുക, നോ ഡീവിയേഷൻ. ഇനി ഈ 2 റേയും കൂടെ മീറ്റ് ചെയ്തതാണ് ഈ പറയുന്ന I എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതാണ് ഇമേജ്. അപ്പോൾ ഈ പോയിൻ്റ് ഓബ്ജക്റ്റ് ഉണ്ടാക്കിയ ഇമേജ് ഐയിലാണ്. ക്ലിയർ? ഇനി അസംഷൻസ് എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞു അപ്പർച്ചർ ചെറുതായിരിക്കണം, പിന്നെ സ്മോൾ ആംഗിൾസ്, ഈ എടുക്കുന്ന എല്ലാ ആംഗിൾസും വളരെ ചെറുതാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മൾ വേറൊരു കൺസെപ്റ്റും കൂടെ പഠിക്കുന്നുണ്ട്. ഈ റേസൊക്കെ ആക്സിസിന് പാരലായിട്ട്, ഇത് ആക്സിസിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ആക്സിസിൽ നിന്ന് വരുന്ന റേ എന്ന് പറഞ്ഞാൽ വീഴുന്ന സ്ഥലം ഈ എന്നെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അത് വീഴുന്നത് ഈ പീയുടെ തൊട്ടപ്പുറം ഇപ്പുറമാണ് വീഴുന്നത്. അപ്പോൾ ഈ ഗ്യാപ്പൊന്നും ഇല്ല തന്നെ. വളരെ മാഗ്നിഫൈഡുള്ള ഫിഗറാണിത്, വളരെ വളരെ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഫിഗറാണ്. അപ്പോൾ എൻ എന്ന് പറയുന്നത് ഈ പോളിനോട് ചേർന്നുള്ള സ്ഥലത്താണ് വരിക. ഓക്കെ, സോ അപ്പോൾ അസംഷൻ അപ്പർച്ചർ, ഇതിൻ്റെ അപ്പർച്ചർ വളരെ ചെറുതാണ്, പിന്നെ സ്മോൾ ആംഗിളാണ്. അതുകൊണ്ട് തന്നെ സ്മോൾ ആംഗിളിൻ്റെ അപ്രോക്സിമേഷനാണ് നമുക്കിവിടെ പ്രധാനമായിട്ട് വേണ്ടത്.
തീറ്റ ചെറുതാണെങ്കിൽ സൈൻ തീറ്റ തീറ്റ, ടാൻ തീറ്റ തീറ്റ. അതെന്തായിരിക്കും കാര്യം? സൈൻ 0 എന്താ? 0. ടാൻ 0 എന്താ? സൈൻ 0 ബൈ കോസ് 0. സൈൻ 0 എന്താ? 0. കോസ് 0 എന്താ? 1. അപ്പം സൈൻ 0 ഈസ് 0, ടാൻ 0 ഈസ് 0. അപ്പം 0 എന്ന് പറയുന്നതും സൈൻ 0 എന്ന് പറയുന്നതും ഒന്ന് തന്നെ. 0 എന്ന് പറയുന്നതും ടാൻ തീറ്റ, ടാൻ 0 എന്ന് പറയുന്നതും ഒന്ന് തന്നെ. അപ്പോൾ നമുക്ക് സൈനിനുള്ളിടത്തെല്ലാം നമുക്ക് ടാൻ എന്ന് എഴുതാം. ഇനി ടാൻ എന്നുള്ളിടത്തെല്ലാം വേണമെങ്കിൽ തീറ്റ എന്ന് എഴുതാം. അപ്പോൾ സൈൻ തീറ്റനെ തീറ്റ കൊണ്ട് റീപ്ലേസ് ചെയ്യാം, ടാൻ തീറ്റനെ തീറ്റ കൊണ്ട് റീപ്ലേസ് ചെയ്യാം, സൈൻ തീറ്റനെ ടാൻ തീറ്റ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ഇതാണ് അതിൻ്റെ അർത്ഥം. കിട്ടിയോ? ഓക്കെ. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ നമ്മുടെ സാധാരണ പോലെ സ്നെൽസ് ലോ. കാരണം റിഫ്രാക്ഷൻ എവിടെയുണ്ടോ അവിടെ ആകെ ഒരു ലോയേ ഉള്ളൂ, സ്നെൽസ് ലോ. അപ്പം സ്നെൽസ് ലോ ഈ ചിത്രത്തിൽ ആകെ അപ്ലൈ ചെയ്യാവുന്ന പോയിന്റ് n ആണ്. ഇവിടെ മാത്രമാണ് നമുക്ക് സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റുക. എന്തുകൊണ്ടാണ്? റിഫ്രാക്ഷൻ സംഭവിക്കുന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടെ റിഫ്രാക്ഷൻ ഇല്ല, കാരണം നോർമൽ ഇൻസിഡൻസ് ആണ്. അപ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കുന്ന പോയിന്റ് ഈ ചിത്രത്തിൽ n എന്ന് പറയുന്ന പോയിന്റ് മാത്രമാണ്. അപ്പോൾ എന്നിൽ നമ്മൾ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇൻസിഡൻറ്റ് മീഡിയം. റേ ഓപ്റ്റിക്സിൻ്റെ പ്രത്യേകത, ഇൻസിഡൻറ്റ് മീഡിയം ഫസ്റ്റ് മീഡിയമായിട്ട് n1 എന്നും റിഫ്രാക്റ്റഡ് മീഡിയം സെക്കൻഡ് മീഡിയമായിട്ട് n2 എന്നും എടുക്കും. അപ്പോൾ റിഫ്രാക്റ്റഡ് മീഡിയം ഇൻസിഡൻറ്റ് മീഡിയം n1, അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് i. സോ എങ്ങനെ എഴുതാം? n1 സൈൻ i ഈക്വൽ ടു റിഫ്രാക്റ്റഡ് മീഡിയം സെക്കൻഡ് മീഡിയം n2, അവിടുത്തെ റിഫ്രാക്ഷൻ r. ഞാൻ ഇങ്ങനെ ഒരു r ആണ് എഴുതിയിരിക്കുന്നത്, ഈ ഒരു r ആണ് എഴുതിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഗാമ എന്ന് പറഞ്ഞൊരു ടേമും വേറെ വരുന്നുണ്ട്. ഇതാ ഈ ഗാമയും ആറും കൂടെ കൺഫ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് ആറെന്നും ഇത് ഗാമ എന്നും. ക്ലിയർ? അപ്പോൾ അത് മാറിപ്പോവരുത്. ആറെന്നും ഗാമയെന്നും ഞാൻ മാറി മാറി എഴുതിയിരിക്കുകയാണ് കേട്ടോ. ഇനി ആറും ഗാമ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മുടെ ചോദ്യം, അപ്പോൾ n2 സൈൻ r. ക്ലിയർ? ഇനി അതാണ് അപ്രോക്സിമേഷൻ. സൈൻ തീറ്റയ്ക്ക് തീറ്റ എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൈൻ ഐക്ക് ഐ എന്ന് എഴുതാം, സൈൻ ആറിന് ആറെന്നും എഴുതാം. അതാണ് ഫസ്റ്റ് അപ്രോക്സിമേഷൻ, നമ്മൾ അവിടെ ഇട്ടു. ഇനി ഇതാണ് ഫിസിക്സ്, ഇവിടെ തീരാണ്. ഇനി ബാക്കി നമുക്കിതിൻ്റെ മാത്സ് കിട്ടണമെങ്കിൽ ഈ ചിത്രത്തിൽ നിന്ന് ബാക്കി മാത്സ് കിട്ടും. അത്രയേ ഉള്ളൂ. ഇനി അവസാനം നമുക്ക് സൈൻ കൺവെൻഷൻ ഇവിടെ വരുമ്പോൾ മാത്രമേ ഇനി ഫിസിക്സ് വരുന്നുള്ളൂ. ബാക്കി അത്രയും മാത്സാണ്. നോക്കാം. ആംഗിൾ ഐ, ഈ ചിത്രത്തിൽ നിന്ന് ആംഗിൾ ഐ എങ്ങനെ കിട്ടും? അതിനുവേണ്ടി നമ്മളൊരു എളുപ്പത്തിന് വേണ്ടി നമ്മൾ 3 ആംഗിൾസ് അസൈൻ ചെയ്യുന്നുണ്ട്. ആൽഫ, ബീറ്റ, ഗാമ. ഈ ഓർഡർ ഓർത്തിരിക്കുക. ഇത് തന്നെയായിരിക്കും നമ്മൾ തുടർന്നുള്ള എല്ലാ അളവിലും എടുക്കുന്നത്. ആൽഫ എന്ന് പറയുന്ന ഓബ്ജക്റ്റിനോട് ചേർന്ന്, ബീറ്റ എന്ന് പറയുന്നത് ഇമേജിനോട് ചേർന്ന്, ഗാമ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചറിന്. അത് രണ്ടും ഈ 3 ആംഗിൾസ് ഓബ്ജക്റ്റ്, ഇമേജ്, സെൻറ്റർ ഓഫ് കർവേച്ചർ, ഈ ഓർഡറിലാണ് ആൽഫ, ബീറ്റ, ഗാമ എന്ന് നമ്മൾ ഇടുന്നത്. ഓക്കെ. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യം, എക്സ്റ്റീരിയർ ആംഗിൾ ഇസ് ദ സം ഓഫ് ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. പ്യുവർലി മാത്സ് ആണ്. എക്സ്റ്റീരിയർ ആംഗിൾ ഏതാണ് ട്രയാങ്കിൾ എന്ന് ആദ്യം അറിയണം. ട്രയാങ്കിൾ നോക്കാം. ആൽഫ പ്ലസ് ഗാമ ഈക്വൽ ടു ആംഗിൾ ഐ. കാരണം ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ ONC എന്നെഴുതുമ്പോൾ ഈ ആംഗിൾ ഐ എന്ന് പറയുന്നത് ഇതതിൻ്റെ എക്സ്റ്റീരിയർ ആണ്. ഈ 2 ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ ഇതേ സൈഡിൻ്റെ എക്സ്റ്റീരിയർ. ഇങ്ങനെയാണ് ആ ചിത്രം. ഇപ്പം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരയ്ക്കുക. ഇങ്ങനെയും വരച്ചിട്ട് ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കും. ഇതാണ് അപ്പോൾ നമ്മുടെ എക്സ്റ്റീരിയർ ആംഗിൾ. ഇത് എക്സ്റ്റീരിയർ ആംഗിൾ. ഇതിന് രണ്ടിനും നമ്മൾ ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയും. ഇതാണ് ഫിഗർ. അപ്പോൾ ഇത് പ്രകാരം എക്സ്റ്റീരിയർ ആംഗിൾ ഐ ആണ്, ഇൻറ്റീരിയർ ആംഗിൾ ആൽഫയും ഗാമയുമാണ്. അതാണ് ആദ്യത്തെ ചിത്രം. അതിവിടെ എഴുതി. കിട്ടിയല്ലോ? അതേപോലെ ഒരെണ്ണം കൂടെ ഉണ്ട് ഇവിടെ. നോക്കിക്കോളൂ. ഇത് 6, ഇത് ബീറ്റ. ഇതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ ഗാമയാണ്. ഈ ട്രയാങ്കിൾ നോക്കൂ. CNI. ഈ ഷെയ്ഡ് ഇതാണ് ഞാൻ ഈ വരച്ചിരിക്കുന്ന ഈ ട്രയാങ്കിളാണ് പറയുന്നത്. ഈ ട്രയാങ്കിളിൻ്റെ അവസ്ഥ കാണാമെന്ന് വിചാരിക്കുന്നു. NCI ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ എക്സ്റ്റീരിയർ ആംഗിൾ ഗാമയാണ്.
ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ആയിട്ട് കിടക്കുന്ന ആൾ ഗാമ, ഇൻറ്റീരിയർ ആയിട്ട് കിടക്കുന്ന രണ്ടുപേര് ആർ പ്ലസ് ബീറ്റ. അതാണ് രണ്ടാമത് എഴുതിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് വേണ്ടതാരെയാ? ഇവിടെ നമുക്ക് വേണ്ട ആൾ ഐ ആണ്, ഇവിടെ നമുക്ക് വേണ്ട ആൾ ആറാണ്. ഐ എന്ത് വരും? അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താണ് ഇക്വേഷൻ 1? N1 ആംഗിൾ ഐ ഈക്വൽ ടു N2 ആംഗിൾ ആർ. ഇതാ ഇക്വേഷൻ 1ൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ് ഐക്കും ആറിനും. ഐ എന്ത് വന്നു? ഐ എന്താണ്? ആൽഫ പ്ലസ് ഗാമ. ആർ എന്താണ്? ഗാമ മൈനസ് ബീറ്റ. ഇതാ ഗാമ മൈനസ് ബീറ്റ. എല്ലാം ആംഗിൾസ് ആണ് കേട്ടോ. ഇനി നമുക്കറിയാം ഈ ഓരോ സ്ഥലത്തും ആൽഫയ്ക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു? ടാൻ ആൽഫ. ഗാമയ്ക്ക് പകരം എന്ത് കൊടുത്തു? ടാൻ ഗാമ. ഇവിടെയും ഗാമയ്ക്ക് പകരം ടാൻ ഗാമ, ബീറ്റയ്ക്ക് പകരം ടാൻ ബീറ്റ. എന്തിനാ അങ്ങനെ കൊടുത്തത്? അതാണ് ഈ അപ്രോക്സിമേഷൻ. തീറ്റയ്ക്ക് പകരം ടാൻ തീറ്റ കൊടുക്കാം, തീറ്റയ്ക്ക് പകരം സൈൻ തീറ്റ കൊടുക്കാം, തിരിച്ച് സൈൻ തീറ്റയ്ക്ക് പകരം തീറ്റ കൊടുക്കാം. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും ടാൻ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എങ്ങനെയാണ് ടാൻ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് അല്ലേ? ഇവരുടെ എല്ലാവരുടെയും ആൽഫയാവട്ടെ ബീറ്റയാവട്ടെ ഗാമയാവട്ടെ എല്ലാവരുടെയും ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് NM ആണ്. എന്നിൽ നിന്നൊരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. എന്നിൽ നിന്നൊരു പെർപെൻഡിക്കുലർ ഞാൻ പ്രിൻസിപ്പൽ ആക്സിസിലേക്ക് വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രിൻസിപ്പൽ ആക്സിസിലേക്ക് വരച്ച പെർപെൻഡിക്കുലറാണ് NM. എല്ലായിടത്തും NM സെയിം ആണ്. അപ്പോൾ അത് ആദ്യം തന്നെ നൈസായിട്ട് അങ്ങ് വെട്ടിക്കളഞ്ഞു. ഇത് എക്സ്പാൻഡ് ചെയ്തതാണ്, പുറത്തെടുത്തു, ബ്രാക്കറ്റിൻ്റെ പുറത്തെടുത്തു. N1 ആൽഫ, N1 ഗാമ, N2 ഗാമ, N2 ബീറ്റ ഒക്കെ പുറത്തെടുത്തു. എന്നിട്ട് ഗാമയ്ക്കും എല്ലാത്തിനും ടാൻ കൊടുത്തു. അത് കഴിഞ്ഞ് ടാൻ്റെ വാല്യൂസ് എടുത്തപ്പോൾ നൈസായിട്ട് NM എല്ലായിടത്തും വെട്ടിക്കളഞ്ഞു. പക്ഷെ ഒരു അപ്രോക്സിമേഷൻ ബാക്കിയാണ്. ഈ പോയിന്റ് ഞാൻ പറഞ്ഞു, ഈ N എന്ന് പറയുന്നത് വളരെ വളരെ അടുത്താണ്. അപ്പോൾ NM എന്ന് പറഞ്ഞാൽ ഈ N ഇങ്ങോട്ട് അടുത്തടുത്ത് വരുന്തോറും എൻ്റെ പെർപെൻഡിക്കുലർ ഇവിടെ നിന്ന് നടന്ന് ഏറെക്കുറെ പിയിലേക്ക് തന്നെ എത്തും. അപ്പോൾ പിയും എമ്മും തമ്മിൽ വളരെ ക്ലോസ് ആണ്. അവർ രണ്ടും വളരെ വളരെ ക്ലോസ് ആണ്. അപ്പോൾ എമ്മിൻ്റെ സ്ഥാനത്തൊക്കെ എനിക്കിതാ ഇവിടെ ഒരു M ഉണ്ട്, ഇവിടെ ഒരു M ഉണ്ട്, ഇവിടെ ഒരു M ഉണ്ട്, ഇവിടെ ഒരു M ഉണ്ട്. ഈ എമ്മിൻ്റെ ഒക്കെ സ്ഥലത്ത് ആരെ കൊണ്ടിടാം? പി കൊണ്ടിടാം. അപ്പോൾ എമ്മും പിയും തമ്മിൽ ഗ്യാപ്പില്ല. എല്ലായിടത്തും എന്തിടാം? PO, PC, PC, PI. പി ആണ് താരം. എല്ലാ സൈൻ കൺവെൻഷൻസിലും നമ്മൾ അളക്കേണ്ടത് പിയിൽ നിന്നാണ്. മിററിനെ സംബന്ധിച്ച്, കർവ്ഡ് സർഫസിനെ സംബന്ധിച്ച് മിറർ ആണെങ്കിൽ നമ്മൾ പി എന്ന് പറയും, ലെൻസ് ആണെങ്കിൽ നമ്മൾ ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയും. അപ്പോൾ ഒരു കർവ്ഡ് സർഫസിൻ്റെ പി ആണ് താരം. പിയിൽ നിന്നാണ് എല്ലാ അളവുകളും പോവേണ്ടത്. അതിൻ്റെ കണ്ടീഷൻ എന്താണ്? ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷനുള്ളതെല്ലാം പോസിറ്റീവും തിരിച്ചുള്ളതെല്ലാം നെഗറ്റീവും. അപ്പോൾ ഇൻസിഡൻറ്റ് റേ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. അപ്പോൾ പോളിൽ നിന്ന് വലത്തോട്ടുള്ള എല്ലാ അളവുകളും പ്ലസും പോളിൽ നിന്ന് ഇടത്തോട്ടുള്ള എല്ലാ അളവുകളും മൈനസും. സൈൻ കൺവെൻഷനാണ് നമ്മൾ നേരിട്ട് കൊടുത്തിരിക്കുന്നത്. PO എന്ന് പറഞ്ഞാൽ പോള് മുതൽ ഒബ്ജക്റ്റ് വരെ U, പോള് മുതൽ സെൻറ്റർ ഓഫ് കർവേച്ചർ വരെ R, പോള് മുതൽ സെൻറ്റർ ഓഫ് കർവേച്ചർ വരെ R, പോള് മുതൽ ഇമേജ് വരെ V. ഓരോന്നിനും വിത്ത് സൈൻ കൺവെൻഷനാണ് എഴുതിയിരിക്കുന്നത്. അതിൽ U മാത്രം ഇവിടുന്ന് ഇങ്ങോട്ടാണ് അളക്കുന്നത്. അപ്പോൾ ഇതിനൊരു മൈനസ് വരും. ഇതും പ്ലസ് ആണ്, ഇതും പ്ലസ് ആണ്. എന്തുകൊണ്ട്? ഇതെല്ലാം പോളിൽ നിന്ന് വലത്തോട്ട് അളക്കുന്ന അളവുകളാണ്. U മാത്രം പോളിൽ നിന്ന് ഇടത്തോട്ടാണ് അളക്കുന്നത്. അതുകൊണ്ട് Uന് മാത്രം മൈനസ്, ബാക്കിയുള്ളവർക്കൊക്കെ പ്ലസ് കൊടുത്തു. ലാസ്റ്റ് വൺ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ഇവിടെയും 6 ഇവിടെയും 6 വരുന്നുണ്ട്. അപ്പോൾ 6നെ രണ്ടും കൂടെ ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നു. N2/R ഇവിടെയുണ്ട്, N1/R അങ്ങോട്ടേക്ക് പോയി, N2 മൈനസ് N1/R. ഇവിടെ ആണെങ്കിൽ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ദാ ഈ മൈനസ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ അത് പ്ലസ്സായി, N2/V. ഈ മൈനസ് അവിടെ തന്നെയുണ്ട്, N1/U. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഒന്നും കൂടെ ഒന്ന് മനസ്സിരുത്തി പഠിച്ചോ. ഇത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതിവിടെ നിന്നാണ് തുടങ്ങുക. ലെൻസസിലേക്ക് കയറണമെങ്കിൽ, ലെൻസ് മേക്കേഴ്സ് ഫോർമുല അറിയണമെങ്കിൽ ഇതിൽ നിന്നാണ് നമുക്ക് എന്തുള്ളത്? സ്റ്റാർട്ട് തുടങ്ങുക. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് അത്ര മനസ്സിൽ ഓർമ്മ വേണം. അതെങ്ങനെ ഓർത്ത് വയ്ക്കാനുള്ള എളുപ്പ വഴി? N2 എന്താണ്? സെക്കൻഡ് മീഡിയം.
N1 എന്താണ്? ഫസ്റ്റ് മീഡിയം. ഫസ്റ്റ് മീഡിയത്തിലല്ലേ നമ്മുടെ ഓബ്ജക്റ്റ് ഉള്ളത്. അപ്പോൾ ഓബ്ജക്റ്റ് ഇരിക്കുന്നത് എവിടെയാണ്? നമ്മൾ ഫസ്റ്റ് മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇമേജ് എവിടെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? സെക്കൻഡ് മീഡിയത്തിലാണ്. അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ N2 ബൈ ഇമേജ് മൈനസ് N1 ബൈ ഓബ്ജക്റ്റ്. N1 എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ് മീഡിയം, ഇൻസിഡൻറ്റ് റേ ഉള്ള മീഡിയം, അവിടെ ഓബ്ജക്റ്റ് ഇരിക്കുന്നു. സോ ദാറ്റ് ഇസ് മൈനസ് വരാനുള്ള കാരണം ഞാൻ പറഞ്ഞു, പോളിൽ നിന്ന് നമ്മൾ റിവേഴ്സായിട്ടാണ് അളന്നിരിക്കുന്നത്. ഈക്വൽ ടു N2 മൈനസ് N1 ബൈ ആർ. ഇവിടെയും N2 ഇവിടെയും N1 ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ N2 മൈനസ് N1 ഉണ്ട്. അതേപോലെ തന്നെ N2 മൈനസ് N1 ഹോൾ ഡിവൈഡഡ് ബൈ ആർ. ആർ എന്ന് പറഞ്ഞത് റേഡിയസ് ഓഫ് കർവേച്ചർ. ആരുടെ? ഈ കേർവ്ഡ് സർഫസിൻ്റെ. എവിടെയാണോ ഫസ്റ്റ് ഒറിജിനൽ ആയിട്ടുള്ള ഓബ്ജക്റ്റ് എവിടെയാണോ ഇരിക്കുന്നത് അതിൻ്റെ അടുത്തിട്ടുള്ള ആ കർവേച്ചർ, അതാണ് ഫസ്റ്റ് ഫോക്കസ് അഥവാ ഫസ്റ്റ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുക. അപ്പോൾ അതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ ആർ. ഇവിടെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ആർ. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ R1 ആൻഡ് R2. സോ ദിസ് ഇസ് എ റിലേഷൻ കണക്റ്റിംഗ് യു, വി ആൻഡ് ആർ. ഇത് എല്ലാ കർവ്ഡ് സർഫസിന് ആപ്ലിക്കബിൾ ആണ്. ഇനി ഇവിടെ ഓബ്ജക്റ്റ് ഇവിടെയാണ് ഇരിക്കുന്നത് എങ്കിൽ ഓബ്ജക്റ്റ് ഡെൻസറിലാണ് ഇരിക്കുന്നത്, ഇമേജ് റെയറിലാണ് വീഴുന്നത്, ഈ സൈഡ് കോൺകേവ് ആണ്, കോൺവെക്സ് അല്ല. ഇങ്ങനെ എല്ലാ കണ്ടീഷനിലും ഈ ഇക്വേഷൻ ഒരുപോലെ വാലിഡ് ആണ്. നമ്മൾ ആകെപ്പാടെ കോൺവെക്സ് സർഫസിൻ്റെ റിയൽ ഇമേജ് ഫോർമേഷനെ നമ്മൾ പഠിക്കുന്നുള്ളൂ. പക്ഷേ വിർച്വൽ ഇമേജ് ആണെങ്കിലും മറ്റേത് സർഫസ് ആണെങ്കിലും ദ ഇക്വേഷൻ റിയലി ഹോൾഡ്സ് ഗുഡ്. അപ്പോൾ എന്താണ് ഇക്വേഷൻ? ഒരു തവണയും കൂടെ പറയാം. N2 ബൈ വി മൈനസ് N1 ബൈ യു, N2 ബൈ വി മൈനസ് N1 ബൈ യു ഈക്വൽ ടു N2 മൈനസ് N1 ബൈ ആർ. വി ഇമേജ്, യു ഓബ്ജക്റ്റ്, ആർ റേഡിയസ് ഓഫ് കർവേച്ചർ. ക്ലിയർ? ഇത് എഴുതി തന്നെ പഠിക്കണം, പലതവണ എഴുതി ഉറപ്പിക്കണം. ഓക്കെ, ഒരു സെക്കൻഡ് വേണമെങ്കിൽ ബോർഡിന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഇടാം, എന്നിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, എന്നിട്ട് എഴുതി പഠിക്കുക. താങ്ക് യു.